ബാഗൊക്കെ പാക്ക് ചെയ്ത് 2 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ പറയാം, ഒരു വൺ ഫ്ലോപ്പ് ഉള്ള ട്രിപ്പായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോന്റെ അവസാനം മനസ്സിലാവും. പോകുന്ന വഴിക്ക് ഒറ്റയ്ക്ക് സ്കാർഫ് വേണമെന്ന് പറഞ്ഞ് മോളിൽ നിർത്തി. ആ സമയത്താണ് വേറൊരുത്തി ഞങ്ങളുടെ കൂട്ടത്തില് വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്നിട്ട് മോളിലെത്തിയ സമയത്ത് അവള് ക്യാബും പിടിച്ച് അവിടെ എത്തി. അങ്ങനെ ഫൈനലി ഗ്യാങ് കംപ്ലീറ്റ് ആയ സന്തോഷത്തിൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ബസ്ലത്തിയിലേക്കായിരുന്നു. അത് പോകുന്ന വഴിക്കാണ്ട് വെറുതെ കയറിയതാണ്. അതുകൊണ്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ഞങ്ങൾ ശരിക്കുള്ള ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കടയെ നിർത്തി. ഇതേ കാറ്റിനെ നോക്കുക ഗൈസ്, ശരിക്കും ഒരു സ്റ്റാച്ചു പോലെയല്ലേ. അടുത്ത കാറ്റിനെയും കണ്ടു. ഒരുത്തൻ അവിടെ കാറ്റിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്, കൈ കാണിക്കുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അത് ഏതായാലും നൈസായിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയ ദിവസം അത്യാവശ്യം നല്ല സ്നോഫോൾ ആയിരുന്നു. ഈ റോഡൊക്കെ നോർമലി അത്ര സ്നോ ആവാറില്ല. ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷനോടെ ഈ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഈ ബ്രെഡും പിന്നെ ലേസും ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അന്നത്തെ ഫുഡ്. ഗൈസ്, ട്രിപ്പ് ഫ്ലോപ്പായെന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് പോകേണ്ട വഴി ക്ലോസ്ഡ് ആയിരുന്നു. ഹെവി സ്നോഫോൾ. അങ്ങനെ വേറെ ഒരു വഴിയില്ലായിരുന്നു. ഗൈസ്, ഈ വീഡിയോയിൽ നോക്കിയത് ഒരാളുടെ താടി പോലെ ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മുടിയായിരുന്നു. അങ്ങനെ ട്രിപ്പ് ഫ്ലോപ്പ് ആയപ്പം പിന്നെ വേറൊരു വഴിയില്ലല്ലോ, അവിടെ തന്നെ എൻജോയ് ചെയ്യാന്ന് വെച്ചു. ഇത് ഗോദാവരിയാണ്. ഞങ്ങൾ കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളതാണ്. പക്ഷെ എത്ര തവണ വന്നിട്ടുണ്ടെങ്കിലും അതിന് എല്ലാത്തിലെയും കാട്ടിലും അധികം സ്നോഫോൾ ആയിരുന്നു. -20 ആയിരുന്നു അന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഓരോരുത്തരെയായിട്ട് വാരി എറിയാൻ തുടങ്ങി. എന്നെ ഇട്ട് പുതച്ച് മൂടുന്നതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് വൈറ്റ് ആയതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ തലയൊക്കെ കറങ്ങാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഫ്രീസ് ആയിട്ട് തിരിച്ച് വണ്ടിയിലേക്ക് കയറി. അങ്ങനെ അടുത്ത സ്ഥലവും തപ്പി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി.